അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസത്തിന്റെ ആത്മാക്കൾ തമ്മിലവനോടത്താൽ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. നമ്മുടെ നാട്ടുകാരുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം അയൽക്കാരുടെ ബന്ധുക്കളോടും നാട്ടുകാരോടും വേദനയോടും സിസ്റ്റേഴ്സൊക്കെ ആകുന്നു. നമ്മളോടായിരിക്കുമ്പോൾ വെള്ളത്തിലെ മാനസികമായിരിക്കുകയും
മുന്നിലെ പ്രിയപ്പെട്ട പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഭക്തരുടെ ജീവിതങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കുടുംബങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിയുടെ എല്ലാവരുടെയും പേരിൽ പ്രവാസത്തിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും എല്ലാം പേരിൽ അറിയിച്ചുകൊണ്ട് പ്രവേശിക്കാം. നമ്മുടെ ചിത്രങ്ങൾക്ക് അടുത്തുകൊള്ളുന്നത് മാധ്യമങ്ങളുടെ അവസാനിക്കാൻ ഭക്തിയോടെ ഇവിടെ സന്ദേശം നൽകുകയും നമ്മുടെ അയൽപക്കക്കാരനും നിങ്ങൾക്ക് സുപരിചിതമായ പാപമോചനത്തിനായ പരമീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സസ്യങ്ങളുടെയും നാഥനായ ദൈവം അങ്ങയുടെ ബഹുമാനം തിരഞ്ഞുകൊണ്ട് പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനുമായ ഞങ്ങൾ ആരാധിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ വരമീദാസിക്കരുളേണം. കർത്താവ് വലിയവനും സ്തുതി
സ്തുതിക്കർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമുദ്രമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാരം വരുമല്ലോ. അരുൾചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരും സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ പിതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ മഹിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയടഞ്ഞു നിർത്തണമേ. നല്ലവരത്തു വലം ഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർത്തുകയും നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കിയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാപ്പുറത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിശ്ചിതായും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. കർത്താവേ രക്ഷകനായ ദൈവമേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കമലയുള്ളവർ അവന് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. സഹോദര വൈദികരെ, സ്ത്രീകളുള്ള സഹോദരന്മാരെ,
ടീച്ചറിന്റെ ദേവത്തിൽ മുഖ്യരായിരിക്കുന്ന ടീച്ചർ സ്വാമി അഞ്ചു സഹോദരിമാർ എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥനാപൂർവ്വം അനുശോചനം അറിയിക്കുക. അതോടൊപ്പം തന്നെ മാധ്യ ലോകയുടെ അതിവന്ന മാർസഭാഷയുടെ പിതാവും ഈ കുടുംബത്തോടും ഈ സമൂഹത്തോടും അനുശോചനം അറിയിക്കുവാൻ എന്നെ പ്രതിനിധിച്ചിരിക്കുന്നു. നമുക്കറിയാം, മരണം നമ്മുടെ മുമ്പിൽ ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് നിൽക്കുക. നമ്മുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ മരണത്തിലേക്ക് നാം അറിയാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പാനിഷ് ചിന്തയിലും തത്വശാസ്ത്രജ്ഞനുമായ കൂടാതെ കവിയും നോവലിസ്റ്റുമായിരുന്ന മീഗൽ മുരാനോ എഴുതിയ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തില് മരണാനന്തര ജീവിതത്തിന്റെ അനിശ്ചിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരു അനിശ്ചിതത്വമോ സംശയമില്ലാത്ത രീതിയിലാണ് കൃഷ്ണനാഥ് വെളിപ്പെടുത്തിയിരിക്കുക. ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പേ പോവുക. മീഗൽ പറയുന്നത് അവരുടെ മനസ്സ് വളരെ വിശാലമാണ്. അതുകൊണ്ടാണ് അവൻ നമുക്കായി മുറികൾ പണിയുവാനായിട്ട് സ്വർഗരാജ്യത്തിൽ ഇടം തേടുവാനായിട്ട് നമുക്ക് മുമ്പേ യാത്രയായിരിക്കുക. നമുക്കറിയാം, ഈശോയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും അതുപോലെ തന്നെ പ്രത്യാശയും നൽകുന്നത്. ഈശോയുടെ മാത്രമാണ് നിത്യരക്ഷ എന്നുള്ളതാണ് കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ഇടയിൽ നിന്ന് വളരെയധികം കാലം ടീച്ചറായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ലോകത്തേക്ക് നയിച്ചതാണ് മേൽക്കുട്ടി ടീച്ചർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. സിസ്റ്റർ വിനീതയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ആ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്തത് ഈ മേൽക്കുട്ടി ടീച്ചറും സഹോദരിമാരും സഹോദരനും. അന്ന് ഒരുപാട് പ്രമുഖ വ്യക്തികളെ എല്ലാം തൊണ്ടിപ്പള്ളിയിലെ ആ വേദിയിൽ കൊണ്ടുവന്ന് വളരെയധികം ഭംഗിയായിട്ട് അത് ഓർഗനൈസ് ചെയ്യുവാൻ മേൽക്കുട്ടി ടീച്ചറും ഈ സഹോദരിമാരും സഹോദരനും മക്കച്ചനും എല്ലാം പാടുപെട്ടതും അതിനുവേണ്ടി അധ്വാനിച്ചതും എന്റെ മനസ്സിലുണ്ട്. നമുക്ക് വീണ്ടും അറിയാൻ, ജീവിതം എന്ന് പറയുന്നത് ഒരു കടന്നുപോക്ക്. ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു കടന്നുപോക്ക്. ഒരു പ്രമുഖ ചിന്തകനായിട്ടുള്ള ഇന്ത്യൻ തത്വശാസ്ത്രം പറഞ്ഞത്, ഐ ആം എ ജസ്റ്റ് ഫാർ ഫ്രം ദ ഗോഡ്. ഞാൻ ദൈവത്തിൽ നിന്നുള്ള ഒരു തീർപ്പരി മാത്രമാണ്. ഐ ആം ജസ്റ്റ് ഫാർ ഫ്രം ദ ഗോഡ്. ഐ ജസ്റ്റ് കെയിം ടു വിസിറ്റ് ദിസ് വേൾഡ് ആൻഡ് ഐ വിൽ ബി ഗോയിങ് ബാക്ക് ഫ്രം വേർ ഐ കെയിം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ വന്നിരിക്കുന്ന ഒരു കുറച്ച് നാളത്തേക്ക് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ സമയം ഒരു 50 വയസ്സോ 70 വയസ്സോ 90 വയസ്സോ എന്നുള്ളത് ഒരു സെക്കൻഡ് പോലെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഈ കുറഞ്ഞ ഒരു കാലഘട്ടം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് ദൈവത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നാം ഈ ലോകത്തിൽ വന്നിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ തോമാശ്ലീഹ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ മാത്രമേ പിതാവിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ എന്ന് അസന്നിഗ്ധമായിട്ട് വിശുദ്ധ തോമാശ്ലീഹയ്ക്ക് ഈശോ പറഞ്ഞു കൊടുക്കുന്ന രംഗം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വഴിയും സത്യവും ജീവനുമായിട്ടുള്ള ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ കൈവരുവുള്ളെന്ന്
ഒരു സംശയങ്ങൾക്കും ഇടയില്ലാതെ അസന്നിഗ്ധമായിട്ട് ഈശോ തോമാശ്ലീഹയോട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈശോയിനെ അറിഞ്ഞ് ജീവിച്ച ആ മേരിക്കുട്ടിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, എത്രയോ വർഷങ്ങളാണ് കുഞ്ഞുങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലേക്ക് നയിച്ചത്, വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് നയിച്ചത്. വേദപാഠ അധ്യാപികയായിട്ടും സ്കൂളിലായിട്ടും തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ജോലികളും കർത്താവിന് വേണ്ടി ചെയ്ത് ഇന്ന് നിത്യസമ്മാനത്തിനായിട്ട് നമുക്ക് മുമ്പേ മേരിക്കുട്ടി ടീച്ചർ ഇന്ന് കർത്താവിന്റെ ഒപ്പം. എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ഒരു സുഹൃത ജീവിതം നയിച്ചതാണ് മേരിക്കുട്ടി ടീച്ചർ. അതുകൊണ്ട് തീർച്ചയായിട്ടും മേരിക്കുട്ടി ടീച്ചർ ഇപ്പൊ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ക്ഷണികമാണ്. വളരെ ക്ഷണികമായ ഒരു ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നവർ, ഒരു പ്രവാസ ജീവിതം നയിക്കുന്നവർ, ഈ ഭൂമിയിൽ കുറച്ചു നാള് മാത്രം നമ്മൾ ഒരു ജീവിതം നയിച്ച് നിത്യസമ്മാനത്തിനായിട്ട് തമ്പുരാന് മുമ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാണ് വേണ്ടത്. ദുഃഖത്തിന്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിൽ വേണ്ട. എങ്കിലും മനുഷ്യരായ നമ്മുടെ മുമ്പില് ഈ മേരിക്കുട്ടി ടീച്ചർ നമുക്ക് വേണ്ടി ചെയ്തു പോയിട്ടുള്ള ഒത്തിരി നന്മകൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും. മേരിക്കുട്ടി ടീച്ചർ ഒരു അധ്യാപികയായിരുന്നപ്പോ കുട്ടികളുടെ മുമ്പിൽ വരച്ചിട്ട ഒരു ചിത്രമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, ഒരു സാമൂഹിക ജീവിതത്തെ കുറിച്ച്, മോറൽ ലൈഫിനെ കുറിച്ച് എല്ലാം വരച്ചിട്ടുണ്ട്. അത് ഒരു മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ദൈവത്തിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് മേരിക്കുട്ടി ടീച്ചർ തരുന്ന വലിയൊരു പാഠമുണ്ട്. ഈ ലോകത്തിൽ നാം ക്ഷണികമായ ജീവിതം നയിച്ച് നിത്യസമ്മാനത്തിനായിട്ട് നാം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. മേരിക്കുട്ടി ടീച്ചർ ഒരു നല്ല മകളായിട്ട്, നല്ല ഒരു സഹോദരിയായിട്ട്, നല്ല ഒരു ഭാര്യയായിട്ട്, നല്ല ഒരു അമ്മയായിട്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് മേരി ടീച്ചർ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയാണ്. പ്രിയപ്പെട്ട വക്കച്ചൻ ദുഃഖിതനാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മേരിക്കുട്ടി ടീച്ചറിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങൾ നിത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞങ്ങൾ മാറ്റിയ രൂപതയിലെടുത്ത് കടന്നു വന്നിരിക്കുക ആ മേരിക്കുട്ടി ടീച്ചറോടും ഉള്ള സ്നേഹവും കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. വികാരിയത്തിനോട് ഈ സമൂഹത്തോട് ചേർന്ന് നിന്ന് ഞങ്ങളും മേരിക്കുട്ടി ടീച്ചറിന്റെ ആത്മശാന്തിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാബുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാണെയും സാക്ഷ്യക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ ചിന്തിച്ചഴലിൽ നടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രഭാതത്തിലേക്ക് ആശയായിട്ട് പുറപ്പെടുകയാണ്. പോകുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരരുടേതാൻ കഴിവില്ലാത്തോരൻ പാടിടമേ. അങ്ങയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ ഞാൻ അന്തിമയാത്ര എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളുടെ പ്രതിഫലമേറും. എന്റെ പ്രാർത്ഥന നിന്റെ നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമറിവോർക്കിടമെന്നേ.
ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. ഹൃദയെ ഉറപ്പുപോൽ നാഥൻ അയയ്ക്കുന്നു. ദുഷ്ടതമിടയിൽ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീയെ സൃഷ്ടിച്ചവനെ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാം നൽകണം ഉദ്ധാരം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധ പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിട ഒളിച്ചെന്നും. അതിലുള്ളവരോ നാഥന് പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനും ദൈവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം മുതൽ നീക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തെ ലോകം വിട്ടുപോയി നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സംരംഭങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇയാളെ ദൈവനീരന്മാർ സഹോദരിക്ക് പ്രവേശിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാൾ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യപോലെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചിലദാന പ്രതീക്ഷ കഴിയുന്ന മനുഷ്യരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ടെന്ന് ആജ്ഞാകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, സർവ്വൈശ്വര്യമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധരാക്കി വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മമത്തോണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാടുകളുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുഖത്തേരിയിലേക്ക് എല്ലാവരും ചേർന്ന് പോകുന്നു. കുരിശിന്റെ പിന്നാലെയാണ്. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബരിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സോപ്പാ കൊണ്ട് നിന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷപുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. മുൻപിലൂടെ 2 ലൈനായിട്ട് വന്ന് അന്ത്യോപചാരം അർപ്പിച്ച് ഇരുവശങ്ങളിലുമുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോവുക. പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ
ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാദാവിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ ഹൃദനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. ആദ്യം മുതൽ നീക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ. ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മനുഷ്യരെ ഉറപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്വതിയോടെ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്വതിയോടെ. നിർമ്മല ചരിതകളാം സാരായേലീശ്വ മർത്തയോടും കൂടെ കടശീൽ ഉത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്വതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്വതിയോടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനെ നിരാശപ്പെടുന്നു? നീ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. കാട്ടരികെ തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം, ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാകും. തിരുലിഖിതങ്ങൾ വായിച്ചവരൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. നിരന്തരമേലാ ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതകണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി. നാഥൻ നവമായുത്ഥാനത്തിൽ പാത തുറന്നു. സ്വർഗ്ഗമണിഞ്ഞു രജസുരവിനെയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം കാത്തുകഴിപ്പോ. നീട്ടസമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ കൃത്യജനങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവര ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. നിശ്ചഞ്ചലരായ ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. ഓശാനകളാൽ എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞു ഉന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാലിയൊരുങ്ങി സമലം ഹൃദയരായി വരുവിൻ വരുവിൻ നൃപനെ മുറപ്പോ എതിരേൽപ്പതിനായി. സജീവവും ജീവദായകവുമായ ശബ്ദലാശ്രയിത കർത്താവേ, ആ സത്യം മകനീയമായ നീ ദേവതയുടെ ദിവസത്തിൽ നിന്റെ ദാസ്യെ വിളിക്കുന്നതിന്റെ വലത് ഭാഗം നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കന നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ
ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനപ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൊളക്കാട് ഇടവക ഈ പ്രദേശം ഒത്തിരി സങ്കടത്തോടും എന്നാൽ അതിനോടൊപ്പം തന്നെ അഭിമാനത്തോടും കൂടിയാണ് ഈ നാടിനും ഈ ഇടവകയ്ക്കും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറിനെ യാത്രയാക്കുന്നത്. അതിൻ്റെ വലിയ സാന്നിധ്യമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവരും ഈ അവസരത്തിൽ തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, വിശിഷ്യ കോർപ്പറേറ്റ് മാനേജര്, അതുപോലെ തന്നെ സഹപ്രവർത്തകര്, ഈ ഇടവകയിൽ മുൻപിൽ ഉണ്ടായിരുന്ന വികാരി അച്ഛന്മാര്, സിസ്റ്ററിനോട് ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ടീച്ചറിനോട് ചേർന്ന് പ്രവർത്തിച്ച വികാരി അച്ഛന്മാര്, ഇവരെ എല്ലാം അവരുടെ അനുശോചനമെല്ലാം ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വക്കീൽ ചേട്ടനോടും കോളിൻസിനോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ള ഇടവകയുടെ അനുശോചനം പ്രിയപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി മാണ്ഡ്യ രൂപതയിൽ നിന്ന് ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ വന്ന വികാരി ജനറൽ അച്ഛനോടും അതുപോലെ തന്നെ ചേരിയിൽ കുടുംബത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബഹുമാനപ്പെട്ട മംഗലത്തിൽ ടോമി അച്ഛനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ CMI സഭ അംഗങ്ങളായിട്ട് ഇവിടെ വന്ന വൈദികര്, അതുപോലെ തന്നെ വ്യത്യസ്ത രൂപതയിൽ നിന്നും ഇടവകയിൽ നിന്നും വന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർക്കെല്ലാവർക്കും ഇവിടെ ഈ ഇടവകയുടെ പേരിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ പേരിലുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സന്ദേശത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛൻ പറഞ്ഞതുപോലെ പുണ്യപ്പെട്ട ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മൾ യാത്രയാക്കുന്നത്. അതിനാൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് ദൈവം ഒരു വ്യക്തിയെ സ്വർഗത്തിൽ നമുക്കായി നിയോഗിച്ചിരിക്കുന്നു എന്ന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ ദൈവം ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിട്ടോ ലൂസാക്കിക്കോ, കുഴപ്പമില്ല. സണ്ണി വിട്ടോടാ, കുഴപ്പമില്ലടാ. പുള്ളി ആദ്യമായിട്ടായിരിക്കും. വിട്ടോ, നീ ധൈര്യമായിട്ട് വിട്ടോ, പോകില്ല, കയ്യിലിരുന്നോളൂ. വിട്, നീ പിടിക്കൊന്നും വേണ്ട.
പരിചരമുണ്ട്.